ഈ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എല്ലാവർക്കും രോഗമാണ്. അതിനാൽ എല്ലാവരും മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? മലിനമായ ആഹാരം ഉള്ളിൽ കൊടുക്കുന്നതുകൊണ്ടാണ് രോഗം വരുന്നത്. അപ്പം എന്ത് ഭക്ഷണം കഴിച്ചാലാണ് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുക? വാഴപ്പഴം, പപ്പായ ഇങ്ങനെയുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ എന്തെങ്കിലും അതിനകത്ത് ചേർത്ത് നമുക്ക് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഉപ്പും മുളകും ഒന്നും ചേർക്കണ്ട. നേരിട്ട് വാഴപ്പഴം കഴിക്കാം. നേരെ മറിച്ച് ഇറച്ചി മീനും കടയിൽ നിന്നോ തോട്ടിൽ നിന്നോ ഒക്കെ പിടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർക്കണം. നമുക്ക് വായിലേക്ക് മൂക്കിനടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ തന്നെ. അപ്പം നമ്മൾ ആലോചിക്കണം, മലിനമാകാത്ത ഭക്ഷണം കഴിച്ചാൽ ഇതൊരു പ്രകൃതിയാണ്, ഇതൊരു ഭൂമിയാണ്, ഇതൊരു ഇതൊരു വലിയൊരു അറ്റ്മോസ്ഫിയറാണ് ജീവിക്കാൻ, നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ. ആ പ്രകൃതിക്ക് അനുകൂലമായ ഭക്ഷണം നമ്മൾ കഴിക്കണം. അനുകൂലമായ ഭക്ഷണം കഴിച്ചാൽ രോഗമില്ലാതെ, മെഡിസിൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിസന്ധി മനസ്സ് നേരെ നിൽക്കില്ല എന്നുള്ളതാണ്. മനസ്സെന്ന് പറയുന്നത് സ്വസ്ഥമായിട്ടിരിക്കേണ്ട ഒരു സൂചിയുടെ മുനയിൽ ഒരു കടുകുമണി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ തന്നെ ഇരിക്കേണ്ടതാണ്. കടുകുമണി ഇരിക്കുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ മനസ്സ് ശാന്തമായി ഇരിക്കേണ്ടതാണ്. ഒരു രോഗം വന്നാൽ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യും, അത് കൂട്ടും, മെഡിസിൻ കഴിക്കും, പിന്നെയും കൂട്ടും. കാരണം മെഡിസിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള രസങ്ങൾ ചേർന്നതാണ്. അപ്പോൾ അത് നമ്മുടെ നെഫ്രോൺ സിസ്റ്റത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നെഫ്രോൺ സിസ്റ്റം 7 ദിവസത്തിൽ കൂടുതൽ ഒരു മരുന്ന് കഴിക്കരുത്. നെഫ്രോൺ സിസ്റ്റം പോകും, വൃക്കകൾ തകരാറിലാകും, ഹൃദയത്തിലെ ബ്ലഡ് സർക്കുലേഷൻസിനൊക്കെ കംപ്ലൈൻറ്റ് വരും, കണ്ണിനെ ബാധിക്കും, ചെവി, എല്ലാ സിസ്റ്റത്തെയും ബാധിക്കും. അതുകൊണ്ട് മരുന്നില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഈ കാലത്തെ അത്ഭുതമാണ്. അപ്പം അതിനുവേണ്ടി ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുന്നേ വരുന്നുണ്ട്, കണ്ണുണ്ട്, കാണാം ഇതെന്ത് തരം ഭക്ഷണമാണ്, സ്മെല്ലുണ്ട്, സ്മെല്ല് ചെയ്തിട്ട് ഭക്ഷണത്തിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിയാൻ പറ്റും. അതൊന്ന് നോക്കുക. പിന്നെ നാവേലൊന്ന് വെക്കുക. നമ്മുടെ ശരീരത്തിന് പറ്റുന്നതാണോ, എരിവാണോ, പുളിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ശരീരത്തെ നോവിക്കുന്ന തരത്തിലുള്ള ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലത്ത് മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയും. മരുന്നില്ലാതെ ജീവിക്കുന്ന ആൾക്കാരെ നിരവധി പേരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനും മരുന്നില്ലാതെ കുറേ കാലം ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. ആലോചിച്ച് നോക്കുക, ശ്രമിക്കണ്ട, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ ശരീരത്തിന് ഗുണമാണോ, അതോ ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊക്കെ രാവിലെ പോയി വൈകുന്നേരം വരെ നിൽക്കണോ? അവർ പറയുന്ന ചികിത്സകളെല്ലാം ചികിത്സിച്ച് കാശും എല്ലാം കളഞ്ഞ് രോഗാവസ്ഥയിലായി കുടുംബത്തിനും കൂടെ നിൽക്കുന്നവർക്കും ദുഃഖവും സങ്കടങ്ങളും എല്ലാം കൊടുത്തിട്ടാണോ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുന്നതെന്നും കൂടെ നോക്കണം. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ നല്ല സിനിമ കാണുന്നതോ നല്ല ഫ്രണ്ട്സ് ഉണ്ടാകുന്നതോ പണം ഉണ്ടാകുന്നതോ ഒന്നുമല്ല. സന്തോഷം എന്ന് പറയുന്നത്